കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോഴും വിക്കിയെ പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ ഈ ഞാൻ മാത്രമേ ഉണ്ടാവൂ. അത് മാത്രം വിക്കി ഓർത്താ മതി. അഞ്ജലി പോയാൽ എനിക്കെന്താ? എനിക്ക് വേണ്ടത് രാജ്മോഹന്റെ സ്വത്തും പണവും ബിസിനസ് സാമ്രാജ്യവുമല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയധികം സന്തോഷിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാധവിന്റെ കാര്യം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും അംഗീകരിച്ചതാണ് ആ സന്തോഷത്തിന് കാരണം. ഇനി നിനക്ക് കുറച്ച് വിശ്രമമൊക്കെ ആവാല്ലോ രാജ. കമ്പനി കാര്യങ്ങൾ ഇനി മാധവൻ നോക്കിക്കോളുമല്ലോ. അവൻ അങ്ങോട്ട് കയറിയിട്ടല്ലേ ഉള്ളൂ അമ്മേ. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവട്ടെ. മാധവന് ഓഫീസ് നല്ലൊരു സ്ഥാനമാനം കൊടുത്തതില് എനിക്ക് സന്തോഷ അഭിമാനം എല്ലാം ഉണ്ട്. ആ സന്തോഷത്തിനോടൊപ്പം ചെറിയൊരു ദുഃഖം എന്നെ അലട്ടുകൂടി ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എന്റെ മകൻ വിക്കിയെ കുറിച്ച് ഓർത്തിട്ടാണ്. സത്യത്തിൽ ഞാൻ വിക്കിയെയാണ് കമ്പനിയിൽ എന്റെ പിൻഗാമിയായിട്ട് കണ്ടിരുന്നത്. പക്ഷേ അവൻ കമ്പനിയിലേക്ക് വരുന്നത് ഇവിടെയുള്ള ചിലരൊക്കെ കൂടി തടഞ്ഞു. അതുമാത്രമല്ല, അവനും കമ്പനി കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് മാധവ് വരുന്നതും അവന്റെ കഴിവ് തെളിയിച്ചതും നമ്മുടെ കമ്പനി ചേർന്നതും. മാധവ് എനിക്ക് എന്റെ മകൻ തന്നെയാണ്. എന്നാലും ഞാൻ എന്റെ സ്വന്തം മകനോട് ഒരു നീതികേട് കാണിച്ചോന്ന് ഒരു ഖേദം എന്നെ അലട്ടുന്നുണ്ട്. ആ വിഷമം തീർക്കാനായിട്ട് ഞാൻ വിക്കിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനി ഭരണവും മറ്റും മാധവ് നോക്കുമ്പോ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഞാൻ വിക്കിക്ക് നൽകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്റെ കമ്പനിയുടെയും സകല സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോർണി വിക്കിയുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. നമ്മുടെ ലീഗൽ അഡ്വൈസറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കി വിക്കിക്ക് അത് കൈമാറണം. അത് പിന്നെ അങ്കിൾ, ഈ പവർ ഓഫ് അറ്റോർണി നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ ഉടക്കുമായിട്ട് വന്നോളൂ. എന്തായാലും അതൊരു നല്ല തീരുമാനമായി മോനെ. നീ വിക്കിയെയും പരിഗണിച്ചല്ലോ. ഇതിന്റെ എല്ലാ ഉടമസ്ഥാവകാശവും വിക്കിയെ ഏൽപ്പിക്കുകയും കമ്പനി കാര്യങ്ങൾ മാധവ് നോക്കുകയും കൂടി ചെയ്താൽ എനിക്ക് സമാധാനമായിട്ട് കുറച്ച് നാൾ വിശ്രമിക്കാം. ഹലോ മോളെ. മുത്തശ്ശി, അങ്കിളുടെ ഭാഗത്തുനിന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കമുണ്ടായി. എന്താ മോളെ? അത് അങ്കിള് തന്റെ സ്വത്തുക്കൾ മുഴുവൻ അപർണായി വിക്കിയുടെ പേരിൽ
ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി വെക്കാൻ പോവാ. അയ്യോ, അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മുത്തശ്ശി. മോളെ, നീ ആദ്യം ഒരു നല്ല വക്കീലിനെ കാണണം. ഈ പവർ ഓഫ് അറ്റോർണിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അത് തടയാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അതങ്ങ് ചെയ്യണം. ശരി മുത്തശ്ശി. ശരി മോളെ. POA അഥവാ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് ഒരാൾ തന്റെ കയ്യിലുള്ള വസ്തുക്കളുടെയും പണത്തിന്റെയും ക്രയവിക്രയ അധികാരം മറ്റൊരാൾക്ക് നിയമപരമായി നൽകുന്ന ഒരു സംവിധാനമാണ്. ഒരു സ്വത്തിന്റെ ഉടമസ്ഥന് എന്തെങ്കിലും കാരണം കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണിത്. സാധാരണയായി വിദേശത്ത് താമസിക്കുന്നവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് പവർ ഓഫ് അറ്റോർണി നൽകാറുള്ളത്. സാധാരണ മാതാപിതാക്കൾ അവരുടെ സ്വത്തുക്കൾ മക്കൾക്ക് നൽകുമ്പോൾ ഇത്തരത്തിലുള്ള പവർ ഓഫ് അറ്റോർണിയാണോ എഴുതാറുള്ളത്? ഒരിക്കലുമല്ല. ഒന്നുകിൽ സ്വത്തുക്കൾ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ വിൽപത്രം എഴുതും. ഇത് രണ്ടായാലും ആ ആളുടെ മരണശേഷം സ്വത്തുക്കൾ മക്കളിൽ എത്തിച്ചേരും. പക്ഷേ പവർ ഓഫ് അറ്റോർണി എഴുതിയാൽ എന്താ ഗുണം? ഗുണമുണ്ടല്ലോ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾക്ക് ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. എല്ലാ അധികാരങ്ങളും കൊടുക്കുന്നതുണ്ട്, ചില പ്രത്യേക അധികാരങ്ങൾ മാത്രം കൊടുക്കുന്നതുണ്ട്, നിയന്ത്രണങ്ങളോട് കൂടിയതുമുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ കേസിൽ ഒരു കമ്പനി ആയതുകൊണ്ട് അതിന്റെ പവർ ഓഫ് അറ്റോർണി ലഭിക്കുന്ന ആൾക്ക് ആ കമ്പനിയുടെ പൂർണ്ണമായ നിയന്ത്രണം കിട്ടും. പിന്നെ ഒരാൾ മറ്റൊരാൾക്ക് പവർ ഓഫ് അറ്റോർണി നൽകിയതുകൊണ്ട് മാത്രം അയാൾക്ക് അതിന്റെ പൂർണ്ണ അവകാശം കിട്ടണമെന്നില്ല. പവർ ഓഫ് അറ്റോർണി നൽകുന്ന ആൾക്ക് എപ്പോ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അവകാശവും ഉണ്ട്. എന്നുവെച്ചാ കൊടുത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണോ? യെസ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. യു ആർ വെൽക്കം. എന്റെ കമ്പനിയുടെയും സകലമാന സ്വത്തുക്കളുടെയും അവകാശം വിക്കിയുടെ പേരിൽ ഒരു പവർ ഓഫ് അറ്റോർണിയെ എഴുതി വെക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ വക്കീൽ ഇവിടെ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായവും എനിക്കറിയണം. ഞാൻ എൻ്റെ പേരിലുള്ള സകലമാന സ്വത്തുക്കളും കമ്പനിയും വിക്കിയുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. നാളെ നിങ്ങളൊക്കെ എന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വിക്കിയുടെ പേരിൽ ഞാൻ ഈ പവർ ഓഫ് അറ്റോർണി എഴുതുന്നതിനെ കുറിച്ച് എന്താ അമ്മയുടെ അഭിപ്രായം? അച്ഛനമ്മമാർ അവരുടെ സ്വത്തുക്കൾ ഒരുപാട് പ്രായമാവുന്നതിന് മുമ്പ് തന്നെ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കണം എന്ന അഭിപ്രായക്കാരിയാ ഞാൻ. ഈ കണ്ട സ്വത്തുക്കളും കമ്പനിയെല്ലാം നീ ഒറ്റ ഒരാളുടെ അധ്വാനത്തിൽ ഉണ്ടായതാണ് രാജ. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ അവകാശം നിന്റെ മകന് തന്നെയാണ്. അതുകൊണ്ട് വിക്കിയുടെ പേരിൽ ഇതൊക്കെ എഴുതി വെക്കുന്നതിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല. ഇക്കാര്യത്തിൽ എന്താ ചന്ദ്രന്റെ അഭിപ്രായം? ഏട്ടന്റെ സ്വത്ത് ഏട്ടന്റെ കമ്പനി, ഏട്ടനത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. എനിക്കൊരു അഭിപ്രായമില്ല. ഏട്ടൻ എൻ്റെ മകൻ മാധവന് കമ്പനിയിൽ വലിയൊരു സ്ഥാനം നൽകി കഴിഞ്ഞു. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. മാധവൻ അങ്ങനെ ഒരു സ്ഥാനം നൽകിയതിന് ഏട്ടനോട് ഞങ്ങൾക്ക് തീരാത്ത കടപ്പാടുണ്ട്. എന്താ ജലജയുടെ അഭിപ്രായം? ചന്ദ്രേട്ടൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏട്ടന് ഏട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ശ്വേതമോളുടെ അഭിപ്രായം? അങ്കിളി എടുക്കുന്നത് ഏറ്റവും നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയും.